എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് പാഞ്ചാലിമേട്ടിലേക്കാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട്. ദേശീയപാത 183 മുറിഞ്ഞപുഴയിൽ നിന്ന്, അതായത് കൊല്ലം മധുര ദേശീയപാതയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ കണയങ്കവയൽ ഭാഗത്തേക്ക് പോയാൽ പാഞ്ചാലിമേട്ടിലെത്തിച്ചേരാം. കൊട്ടാരക്കര നിന്നും പാഞ്ചാലിമേട്ടിലേക്ക് 96 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് 60 കിലോമീറ്ററുമാണ് പാഞ്ചാലിമേട്ടിലേക്കുള്ള ദൂരം. പാഞ്ചാലിമേട്ടിലേക്ക് പ്രവേശിക്കാൻ ആളൊന്നിന് 25 രൂപ നൽകി വേണം പ്രവേശന പാസ് എടുക്കാൻ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3143 അടി ഉയരത്തിലാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിമേടിൻ്റെ നിഗൂഢ സൗന്ദര്യം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പോലെ തന്നെ കൗതുകകരമാണ്. മഹാഭാരതത്തിലെ പാണ്ഡവരുടെ അർപ്പണബോധമുള്ള ഭാര്യയായ പാഞ്ചാലിയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് ലഭിച്ചത്. നിറയെ പച്ചപ്പും ശുദ്ധവായുവും മൂടൽമഞ്ഞിൽ പൊതിഞ്ഞ താഴ്വരകളും നൂറുകണക്കിന് വിനോദസഞ്ചാരികളെ പാഞ്ചാലിമേട്ടിലേക്ക് ആകർഷിക്കുന്നു. മൂടൽമഞ്ഞിൻ്റെ ഈ താഴ്വാരത്തിൽ സമീപ സ്ഥലങ്ങളിൽ നിരവധി പാറക്കെട്ടുകളും ഈ പാറക്കെട്ടുകളിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുമുണ്ട്. തെക്കേമലയിലെ കുന്നുകളിലെ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ വാസ്തവത്തിൽ ജില്ലയുടെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. പാണ്ഡവ സഹോദരന്മാർ വനവാസകാലത്ത് ഭാര്യ പാഞ്ചാലിക്കൊപ്പം ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ താമസിക്കുന്ന സമയത്ത് ഗോത്രവർഗ്ഗക്കാർ പാണ്ഡവർക്ക് സഹായം വാഗ്ദാനം ചെയ്തിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാഞ്ചാലിമേടിനോട് ചേർന്ന് തന്നെ ഒരു കുളവുമുണ്ട്. ഈ കുളത്തിന് പാഞ്ചാലി കുളം എന്നാണ് അറിയപ്പെടുന്നത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഭീമൻ തൻ്റെ ഭാര്യ പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി കുഴിച്ചതാണ് പാഞ്ചാലിക്കുളം. ഒരു കാലത്ത് ശുദ്ധമായ വെള്ളം നിറഞ്ഞിരുന്ന ഈ കുളം ഇപ്പോൾ വരണ്ടതും ചെളി നിറഞ്ഞതുമാണ്. നേരുമുന്നിൽ കാണുന്നതാണ് പാഞ്ചാലിമേട് കുരിശുമല. ഈ രണ്ട് മലകൾക്കിടയിൽ കൂടെ വിനോദസഞ്ചാരികൾക്കായി റോപ്പ് വേ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നേരുമുന്നിൽ കാണുന്ന ആ കുന്നിൻമുകളിൽ കയറി നിന്നാൽ മകരവിളക്ക് സമയത്ത് ശബരിമലയിലെ മകരവിളക്ക് കാണാനാകുമെന്നും പറയപ്പെടുന്നു. അതുപോലെ ഇവിടെ നിന്ന് നോക്കിയാൽ തെക്കേമലയുടെ മനോഹരമായ ദൃശ്യങ്ങളും നമുക്ക് കാണാനാകും. തെക്കേമലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പാഞ്ചാലിമേട്ടിൽ പാഞ്ചാലി വന്നിരുന്നു എന്നറിയപ്പെടുന്ന ചതുരപ്പാറ കാണാനാണ് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയത്. ചതുരപ്പാറയും കണ്ട് ഞങ്ങൾ തിരികെ നടന്നു. ചതുരപ്പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന തെക്കേമലയുടെ മനോഹരമായ വ്യൂ ആണ് ഞങ്ങൾ കണ്ടത്.
വേനൽ കടുത്തതോടെ മൊട്ടക്കുന്നുകളെല്ലാം ഉണങ്ങി വരണ്ടെങ്കിലും ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. കാട്ടുതീയിലകപ്പെട്ട കരിഞ്ഞു പോകാതെ നിന്ന പന പുത്തൻ പ്രതീക്ഷയോടെ പൂത്തുനിൽക്കുന്നു. ശുദ്ധമായ വായുവും പാഞ്ചാലിമേടിൻ്റെ കാഴ്ചകളും നല്ല തണുപ്പും കോടമഞ്ഞ് വീഴുന്നതുമൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം കൂടി അവിടെ നിന്നു. സമയം പോയതറിഞ്ഞില്ല. ഏകദേശം 4 മണിയോടടുക്കുന്നു. ഏറെ നേരം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതിനാൽ, മറ്റൊന്നുമല്ല, തണുപ്പ്, അത്രയ്ക്ക് തണുത്ത കാറ്റാണ് വീശിയടിക്കുന്നത്. അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് കരുതിയപ്പോൾ ഞങ്ങൾ വീണ്ടും താഴേക്കിറങ്ങി. സത്യം പറഞ്ഞാൽ അവിടുന്ന് വിട്ടുപോരാനേ തോന്നിയില്ല. അത്രയ്ക്ക് മനോഹരമാണ് പാഞ്ചാലിമേട്. ഇവിടുത്തെ ഈ തണുത്ത കാലാവസ്ഥ കാരണം വെള്ളത്തിലൊന്നും തൊടാൻ പോലും കഴിയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷായി. അത്രയ്ക്ക് തണുപ്പാണ് ഈ വേനലിലും പാഞ്ചാലിമേട്ടിൽ. പാഞ്ചാലിമേട്ടിൽ നിന്നിറങ്ങി കണയങ്കവയൽ ഭാഗത്തേക്കൊന്ന് പോയി നോക്കി. അവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമാണ്. കണയങ്കവയൽ ഭാഗത്തേക്കുള്ള വഴിയിൽ നിന്ന് പാഞ്ചാലിമേടിൻ്റെ കാഴ്ചയാണ് നേരെ മുന്നിൽ കാണുന്നത്. ഏറെ നേരം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് തണുത്ത കാറ്റാണ് വീശുന്നത്. ഈ കാണുന്ന വഴിയിൽ കൂടി പോയാൽ കണയങ്കവയൽ ഭാഗത്തേക്ക് എത്തിച്ചേരാം, അതായത് പാഞ്ചാലിമേടിൻ്റെ താഴ്വാരത്തിലേക്ക്. ഞങ്ങളിടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എക്കോ റാംബ്ലറിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ.